ഹായ്, നമസ്കാരം. എസ് വി അരുളാലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ തരാതരം പോലെ ചിലരെ സേഫ് സോണിൽ നിർത്തി കളിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പിൽ ആ, മാധ്യമങ്ങളാൽ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി ചെതറിപ്പോയിട്ടുണ്ട്. ആരാണെന്ന് അറിയോ? നമ്മുടെ തൃശ്ശൂർ കേന്ദ്ര സഹവാഴാജിയായിട്ടുള്ള സുരേഷ് ഗോപി. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറിയതിന് ശേഷം തൃശ്ശൂരിൽ ഇതാ BJP വളർന്ന് പന്തലിച്ച് കഴിഞ്ഞു എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. BJPയുടെ വലിയ മുന്നേറ്റമെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോലും സുരേഷ് ഗോപി പോയില്ല എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടോ? കാര്യം അങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ സംവിധാനത്തെ നാമാവശേഷമാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചെമ്പ് ഗോപി. അതായത് കഴിവില്ലാത്തവനെ കഴിവുള്ളവനാണെന്ന് ഉയർത്തിക്കാട്ടുകയാണ്. എങ്ങനെ? കൃത്രിമമായിട്ട് ഈ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് PR പണിയിലൂടെ യാതൊരു ശേഷിയില്ലാതെ, നന്മയില്ലാതെ എല്ലാം അഭിനയിച്ച് തകർത്തൊരു വ്യക്തിയെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വലിയ സംഭവമാക്കി, വലിയ ഇമേജുള്ള വ്യക്തിയാക്കിയൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം അയാളുടെ ഉള്ളിലെ ജാതിബോധം അല്ലെങ്കിൽ സവർണബോധം അല്ലെങ്കിൽ മാടമ്പിത്തരത്തെക്കുറിച്ചെല്ലാം പിന്നീട് ദൃശ്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത് ഇയാൾ ഇത്ര നിലവാരമില്ലാത്തവനായിരുന്നു എന്നുള്ള കാര്യം. ആ നിലവാരമില്ലായ്മ തിരിച്ചറിഞ്ഞപ്പോൾ തൃശ്ശൂരിലെ ജനം ഉണർന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ BJP 3-ാം സ്ഥാനത്താണ്. വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട അവസ്ഥയാണ് അവിടെ. ഏകദേശം വിരലിലുണ്ടാവുന്ന അവസ്ഥ. കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വലിയ നാളുകളായിട്ടില്ല, ഏകദേശം 6 മാസങ്ങൾക്കപ്പുറമാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ചൂടാറും മുമ്പേ ഇപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തൃശ്ശൂരുകാർ തിരിച്ചറിഞ്ഞ് എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൃശ്ശൂരിൽ കുടുംബസമേതം വോട്ടെല്ലാം അവിടെ ചെയ്യിപ്പിച്ച ആ കപടൻ ഇപ്പോൾ നേരെ തിരുവനന്തപുരത്ത് വരികയാണ്. സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് ചെയ്യാൻ പോലും പോകാത്ത ഒരു ജനപ്രതിനിധിയാണ്. ഒരു കാര്യവും ചെയ്യാനില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ ഇയാൾ എന്താണ് തൃശ്ശൂരിൽ ജയിച്ചതിന് ശേഷം ആ നാട്ടിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കേന്ദ്ര പ്രോജക്റ്റ് കൊണ്ടുവന്നത് നിങ്ങളൊന്ന് പറഞ്ഞു. എയിംസ്, ഈ 14 ജില്ലകളിൽ എയിംസ് കൊണ്ടുവരാൻ പോകുന്നതാണ്. നാട് നിങ്ങളെ കലുങ്കിൽ ഇരുന്നുകൊണ്ട് തമ്പ്രാൻ പറയുകയാണ് 14 ജില്ലകളിൽ ഇവിടെയാണ് ഞാൻ എയിംസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴ ചെന്ന് പറയും, കൊല്ലത്ത് വന്നിട്ട് ഞാൻ ഇവിടെയാണ് എൻ്റെ ജന്മസ്ഥലമായി, ഇവിടെയാണ് എനിക്ക് എയിംസ് ഏറ്റവും ആവശ്യം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം പറയും, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ വീട്ടിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് എയിംസ് കൊണ്ടുവരണമെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം നാട് നീളെ എയിംസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ തൃശ്ശൂർ പൂരം എന്താണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നത്? എന്തെങ്കിലും ഒരു ചെറു സംഭവം ഈ തൃശ്ശൂരിലെ ആ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു MP ഫണ്ടിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യം അവിടെ വന്നു? ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഞാൻ പറയില്ല, ഈ ചിലരെയൊക്കെ ഒരു കഴിവും ഗുണവും ഇല്ലാത്തവന്മാരെയൊക്കെ നമ്മുടെ നാട്ടിൽ അയാൾക്ക് ജാതി പ്രിവിലേജ് ഉണ്ടെങ്കിൽ അയാൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് ഈ ജാതി പ്രിവിലേജ് ഉള്ളവരാണ്. അവരടക്കി വാഴുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം ജീവിതത്തിലും ഇയാൾ ഇങ്ങനെയാണെന്നുള്ള ഒരു കൃത്രിമത്വം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ഇറക്കി തന്നത്. അദ്ദേഹം ജീവിതത്തിൽ ഒരനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാത്ത മനുഷ്യൻ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ചുക്കും മനസ്സിലാകില്ല. നിങ്ങൾക്ക് പട്ടിണിയെക്കുറിച്ച് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ അതായത് ദാരിദ്ര്യമില്ലാത്ത ഒരു തലമുറയാണ്. അവർക്ക് അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം മെച്ചപ്പെട്ട, അതായത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? അവർ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ആഹാരത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അനുഭവത്തിലൂടെ കടന്നു പോകാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാകാതെ പോകുന്നത്. അതുപോലെയാണ് സുരേഷ് ഗോപി. ജീവിതത്തിൽ ഒരു അനുഭവമില്ലാത്ത, ജീവിതത്തിൽ മനുഷ്യനെ സഹായിക്കുന്ന നന്മ അയാളുടെ ഉള്ളിൽ ഇല്ലാത്തതാണ്. കാര്യം ഈ സിനിമകളിലെ നന്മയ്ക്കപ്പുറം ഒരാൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ക്യാമറ ഓണാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ സഹായിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ നന്മയാണെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തിയുടെ ആത്മാഭിമാനം കൂടി നിങ്ങൾ പരിഗണിക്കും. അവിടെ ക്യാമറ ഓണാകാതെ നിങ്ങൾക്കുള്ളിൽ കിട്ടുന്ന ഒരു സംതൃപ്തി, അതല്ലേ ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എവിടെയെങ്കിലുമൊക്കെ നന്മ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ സ്വന്തം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. ഞാനൊരു വലിയ നന്മമരമാണെന്ന്, ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ക്യാമറ ഓൺ ചെയ്യാതെ അത് പതിയെ എന്ത് ചെയ്യും, അനുഭവപ്പെട്ടവർ സംസാരിച്ച് തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്യാമറ നന്മമരങ്ങളെയൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന് ശേഷം ആ നന്മമരം ഫീൽഡിലേക്ക് ഇറങ്ങി നിന്നതിന് ശേഷം നാട്ടുകാർക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു മരപ്പാഴി ഈ നാട്ടിലില്ല എന്നുള്ള കാര്യം. അങ്ങനെയാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധാനം ചെയ്ത സകല ഇടങ്ങളിലും, അതായത് 10ഓളം കോൺസ്റ്റിറ്റ്യുവൻസി തൃശ്ശൂർ ജില്ലയിൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ട്.
അവിടങ്ങളിലെല്ലാം BJP 3-ാം സ്ഥാനത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നല്ല 3-ാം സ്ഥാനത്ത്. നേരത്തെ അവിടെ ഈ മാതാവിന് ചെമ്പ് കിരീടമൊക്കെ കൊടുത്ത് ക്രിസ്ത്യൻസിനെയൊക്കെ വശീകരിച്ചിരുന്നെങ്കിൽ പിന്നീട് ഛത്തീസ്ഗഡിലുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ വാ തുറക്കാതെ പതുങ്ങി പമ്മി നടന്ന ആ ഉഡായിപ്പിനെ അവിടുത്തെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. നാട്ടുകാർ തിരിച്ചറിഞ്ഞതിന് ശേഷം അടിച്ച് വെളിയിലിറക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് BJPയെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ഈ കാണിക്കുന്ന ഗിമ്മിക്കുകൾക്കപ്പുറം, അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ പൊട്ടത്തരം പറഞ്ഞവന്മാരെ തലസ്ഥാന കോർപ്പറേഷനിലേക്ക് കുറേ പേര് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്ത്യ ഇതുവരെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് ഇവിടുത്തെ പ്രാദേശിക കിഴങ്ങന്മാർ പറഞ്ഞപ്പോൾ വിശ്വസിച്ച മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എത്ര ചിന്താശേഷി ഇല്ലാത്ത മനുഷ്യരെന്നേ ചോദിക്കാറുള്ളൂ. കാര്യം ഇത്രയും വലിയ ബെടായി അടിച്ചാലും വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ച് വേണം. അതുപോലെയാണ് ഈ തൃശ്ശൂർ ചെന്നിട്ട് ഇതാ ഞാൻ ശക്തം മാർക്കറ്റ് അങ്ങോട്ട് മാറ്റാൻ പോകുന്നു, ഞാൻ ദാ ഇവിടെ അങ്ങോട്ട് ഒരു സിംഗപ്പൂർ ആക്കുന്നു, ഇതാക്കുന്നു, എന്തെങ്കിലും ഒരു ചുക്കും ചുണ്ണാമ്പും അവിടെ ചെയ്തു. അവിടെ നടക്കാറില്ല. അളിയെ ഇപ്പം മൊത്തം ടൂറിലാണ്. അതായത് ഒരു കേന്ദ്രമന്ത്രി എന്നൊരു പദവി കിട്ടിയതിന് ശേഷം എനിക്ക് ഈ നാട് നീളെ എന്ത് ചെയ്യണം, ആ പ്രിവിലേജ് വെച്ചുകൊണ്ട് നികുതി പണത്തെ അടിച്ച് തീർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, നാടായ നാട് മുഴുവൻ കറങ്ങി നടക്കുകയാണ്. നികുതിപ്പണം വാങ്ങിച്ച് മാസാമാസം പോക്കറ്റിലിട്ടിട്ട് അതിൻ്റെ പണി പോലും എടുക്കാത്ത ഇത്രയും രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്തൊരു മനുഷ്യരെയൊക്കെ ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുത്ത നിങ്ങൾ ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തായാലും തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിലിപ്പോൾ ഒരു തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ജനവിധി ഉണ്ടാക്കിയതിന് അവിടുത്തെ ജനങ്ങളുടെ തിരിച്ചറിവിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പ്രലോഭനങ്ങളിൽ വീഴ്ത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് വലിയ വാഗ്ദാനങ്ങൾ തന്ന് നിങ്ങളെ അങ്ങ് ഭ്രമിപ്പിക്കുക, എന്നിട്ട് കുപ്പിയിലിറക്കുക. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. രാജ്യത്താകമാനം എടുത്ത് പരിശോധിച്ചാൽ ഓരോരോ സ്റ്റേറ്റുകളിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടോ അവിടുത്തെ സ്റ്റേറ്റിലുള്ളവർ ചെയ്ത മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇവർ അവകാശവാദം ഉന്നയിക്കുന്ന പോലെ കേരളത്തിൽ വാരിക്കോരി കൊടുത്തു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ഇവരുടെ ഈ തട്ടിപ്പ് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരോട് പോയി ഒന്ന് അന്വേഷിച്ച് ഈ നാട്ടിൽ ഇവർ തള്ളി മറിക്കുന്ന ഇതൊക്കെ അവരുടെ സ്റ്റേറ്റിൽ കിട്ടുന്നുണ്ടോ? കാര്യം ഇതെല്ലാം ഒരിടത്തു നിന്നാണല്ലോ പോകുന്നത്. അതെന്താ അവിടെ കിട്ടാത്തതെന്ന് ചോദിക്കുന്നിടത്ത് എല്ലാത്തിനും ഉത്തരവാകും. അതുകൊണ്ട് ഈ ബെഡായി അടികളിൽ വിശ്വസിക്കരുത് എന്നൊരു അഭ്യർത്ഥനയും ആ ബെഡായി അടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വൈറ്റ് വാഷ് ചെയ്ത തൃശ്ശൂരിലെ ജനങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണെന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്.